വിശദമായ വാർത്തകളിലേക്ക്. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഉത്തരവിൽ മാറ്റം വരുത്തിയതിന് 2 ജീവനക്കാരെ സുപ്രീം കോടതി പിരിച്ചുവിട്ടു. കോഡ് മാസ്റ്റർ മനോജ് ശർമ്മ, അസിസ്റ്റന്റ് രജിസ്ട്രാർ തപൻ കുമാർ ചക്രബർത്തി എന്നിവരെയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിരിച്ചുവിട്ടത്. അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന് എതിരെ എറിക്സൺ ഇന്ത്യ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലെ ഉത്തരവിൽ മാറ്റം വരുത്തിയതിനാണ് നടപടി. കോടതി അലക്ഷ്യ ഹർജിയിൽ ജസ്റ്റിസുമാരായ റോഹിംഗ്ടൺ നരിമാൻ, ബിനീത് ശരൺ എന്നിവർ അടങ്ങിയ ബെഞ്ച് ജനുവരി 7-ന് പുറപ്പെടുവിച്ച വിധിയിൽ അനിൽ അംബാനിയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി അന്ന് വൈകിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഉത്തരവിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് അനിൽ അംബാനിക്ക് ഇളവ് നൽകിയതായി പരാമർശിച്ചിരുന്നു. ജഡ്ജിമാരുടെ അറിവില്ലാതെയാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ അംബാനിക്ക് ആശ്വാസമാകുന്ന ഉത്തരവ് വന്നത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെതിരായ പെരുമാറ്റത്തിൽ എസ് രാജേന്ദ്രൻ എംഎൽഎക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി പരിശോധിച്ച് അച്ചടക്ക നടപടിയെടുക്കും. എംഎൽഎയുടെ പെരുമാറ്റം അപക്വമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. രാജേന്ദ്രന്റെ ഭാഗത്തുള്ള നടപടി അപക്വമാണ്, തെറ്റാണ്. പാർട്ടി തലത്തിൽ രാജേന്ദ്രനെ പറ്റി പരിശോധിച്ച് ആവശ്യമായ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും. ശരി. ദില്ലി അധികാര തർക്കത്തിൽ സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിൽ ഭിന്നാഭിപ്രായം. ഉദ്യോഗസ്ഥരുടെ ചുമതല സംബന്ധിച്ചാണ് വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. വിഷയം 3-അംഗ ബെഞ്ചിന് വിട്ടു. ജസ്റ്റിസുമാരായ എ.കെ. സിക്രി, അശോക് ഭൂഷൺ എന്നിവരുടെ 2-അംഗ ബെഞ്ച് ഉദ്യോഗസ്ഥന്റെ ചുമതലയെക്കുറിച്ച് ഭിന്നവിധികൾ പുറപ്പെടുവിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ദില്ലിയിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനും സ്ഥലം മാറ്റാനുമുള്ള ചുമതല കേന്ദ്ര സർക്കാരിനാണെന്ന് ജസ്റ്റിസ് എ.കെ. സിക്രി വിധിന്യായത്തിൽ വ്യക്തമാക്കി. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം അഴിമതി വിരുദ്ധ സംഘത്തിന്റെ കമ്മീഷണറെ നിയമിക്കേണ്ടതും ലഫ്റ്റനന്റ് ഗവർണറാണ്. എന്നാൽ മറ്റുദ്യോഗസ്ഥരുടെ ചുമതല വൈദ്യുതി, റവന്യൂ, സർക്കാർ അഭിഭാഷകരെ നിയമിക്കൽ എന്നിവ ദില്ലി സർക്കാരിന്റെ മേൽനോട്ടത്തിലാണെന്നും സിക്രിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സിക്രിയുടെ വിധിന്യായത്തോട് യോജിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ നിലപാടെടുത്തു. ഇതേ തുടർന്ന് മറ്റു വിഷയങ്ങളിലൊഴികെ അക്കാര്യം മാത്രം പരിശോധിക്കാൻ 3-അംഗ ബെഞ്ചിന് കേസ് വിട്ടു. ഭരണഘടനയുടെ 239 AA വകുപ്പുകൾ വിലയിരുത്തി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തിയിരുന്നു. 2018 ജൂലൈ 4-ന് പുറത്തുവന്ന ഉത്തരവിന് ശേഷവും വിവിധ വിഷയങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെട്ടതിനെ തുടർന്നാണ് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെയും ചുമതല 2-അംഗ സുപ്രീം കോടതി ബെഞ്ച് പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ലക്നൌ, ഫുൽപൂർ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യം പ്രിയങ്ക തള്ളി. ഉത്തർപ്രദേശിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രിയങ്ക. ഇതോടെ റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി വീണ്ടും മത്സരിക്കാൻ സാധ്യത ഏറി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിതയായതോടെ ഉയർന്ന ചോദ്യത്തിനാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമായ മറുപടി നൽകിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ഡലമായ ഫുൽപൂരിലും ലക്നൌവിലും മത്സരിക്കണമെന്ന പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും ആവശ്യം തള്ളിയ പ്രിയങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കി. 2022 പാർട്ടിയെ ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തും. ബൂത്ത് തലം മുതൽ പുനഃസംഘടന കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും പ്രിയങ്ക പറഞ്ഞു. മത്സരിച്ചാൽ 1 സീറ്റ് കൂടുതൽ കിട്ടുമെങ്കിലും പ്രചരണത്തെ ബാധിക്കുമെന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്ക്. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രചരണത്തിന് ഇറങ്ങേണ്ടതിനാൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും സാധിക്കില്ല. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് പിന്നാലെ BJP ശക്തി ദുർഗങ്ങളിൽ മത്സരിച്ചു തോറ്റാൽ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവുമെന്നതും തീരുമാനത്തെ സ്വാധീനിച്ചു. മത്സര രംഗത്തുണ്ടാകില്ലെന്ന് പ്രിയങ്ക വ്യക്തമാക്കിയതോടെ റായ്ബറേലിയിൽ 5-ാം തവണയും സോണിയാഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയേറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഉമ്മൻചാണ്ടിക്ക് ആശയക്കുഴപ്പം. MLA ആയതിനാൽ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്ന് പറയുമ്പോഴും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന നിലപാടിലാണ് ഉമ്മൻചാണ്ടി. ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. എന്നാൽ മുന്നണിയിൽ കാര്യമായ തർക്കങ്ങളില്ലാതെ ഈ ആവശ്യം ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പാർട്ടിയിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ MLA ആയ ഞാൻ വന്ന് മത്സരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമില്ല. അതെ, അത് പിന്നെ ഏത് കാര്യത്തിലും അവസാന വാക്ക് ഉണ്ടല്ലോ.
ജെ ജോസഫ് മത്സര രംഗത്ത് ഉണ്ടാകുന്നത് ജയസാധ്യത കൂട്ടുമെന്ന് മോൻസ് ജോസഫ് MLA. രണ്ടാം സീറ്റ് നിർബന്ധമായും ലഭിക്കണമെന്നും ആ സീറ്റാണ് ജോസഫ് വിഭാഗത്തിനായി ചോദിക്കുന്നതെന്നുമുള്ള ധാരണ വേണ്ട എന്നും മോൻസ് ജോസഫ് പറഞ്ഞു. രണ്ടാം സീറ്റ് സംബന്ധിച്ച കോൺഗ്രസിന്റെ തീരുമാനം നിർണായകമാണെന്നും താൻ മത്സരിക്കാനില്ലെന്നും മോൻസ് ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. അത് കോൺഗ്രസിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ ചർച്ച ചെയ്തിട്ടില്ല. കേരള കോൺഗ്രസിൽ സീറ്റുകളുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥിയൊക്കെ ചർച്ച വരാൻ പോകുന്നേ. എങ്കിലും കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ കോട്ടയമായാലും ഇടുക്കി ആയാലും അഡീഷണലായി ലഭിക്കുന്ന സീറ്റ് ഉൾപ്പെടെ ആയാലും ജയസാധ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന വിധത്തിൽ ഇപ്പോൾ KM മാണി സാർ തന്നെ നടത്തിയ പ്രതികരണം ഊതിക്കാച്ചിയ നല്ല സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീഡർഷിപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം മത്സരിക്കുന്നതും പാർട്ടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ജെ ജോസഫ് സാറ് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതൃത്വത്തിലുള്ള നേതാവ് എന്ന നിലയിൽ പാർട്ടി നേതൃത്വത്തിലുള്ള പ്രധാന നേതാവ് എന്ന നിലയിൽ ജെ ജോസഫ് സാറ് മത്സരിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമാണ് എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. ഉണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കേണ്ടതാണ്. അതേ ഉള്ളൂ ഇപ്പോൾ പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുൻ ഇമാം പീഡിപ്പിച്ച കേസിൽ വഴിത്തിരിവ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന സൂചന നൽകി അന്വേഷണ സംഘം. പീഡനം നടന്നെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെന്നും ആദ്യം മൊഴി നൽകാത്തത് അമ്മയെ പേടിച്ചിട്ടെന്നും നെടുമങ്ങാട് ഡിവൈഎസ്പി ഡി അശോകൻ പറഞ്ഞു. തുടർച്ചയായി 5 ദിവസം നടത്തിയ കൌൺസിലിംഗിനൊടുവിലാണ് പെൺകുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. ശിശുക്ഷേമ സമിതിക്ക് മുൻപാകെയും SAT ആശുപത്രിയിലെ ഡോക്ടറോടും കുട്ടി പീഡന വിവരം നടന്നതായി സമ്മതിക്കുകയായിരുന്നു. കൃത്യമായ വൈദ്യപരിശോധനയിലും പീഡന വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പീഡനം നടന്നെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെന്നും ആദ്യം മൊഴി നൽകാത്തത് അമ്മയെ പേടിച്ചിട്ടാണെന്നും നെടുമങ്ങാട് ഡിവൈഎസ്പി അശോകൻ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. രഹസ്യമൊഴി കിട്ടുന്നതോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനം ഉണ്ടാവും. തീർച്ചയായും മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ കുട്ടി പോലീസിനോടല്ല ചൈൽഡ് ലൈൻകാരോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും കുട്ടി എന്തായാലും ഈ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കുട്ടി. പിന്നെ ഇതിനകത്ത് 1-2 കാര്യങ്ങളുടെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം പറയാം. വാപ്പയെ ഗൾഫിൽ നിന്ന് വരുത്തി വാപ്പയെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പം ചൈൽഡ് ലൈൻകാരുടെ ഒരു തീരുമാനമായിട്ട് എനിക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രതി ഷെഫീഖ് അൽ ഖാസിമിയെ ഉടൻ പിടികൂടാനാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇമാമിനെതിരെ പെൺകുട്ടിയോ വീട്ടുകാരോ നേരത്തെ പരാതി നൽകാൻ തയ്യാറാകാത്തത് പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമേൽ ഇമാമിനുള്ള സ്വാധീനമാണെന്നും പീഡന വിവരം ചിലർക്ക് അറിയാമായിരുന്നുവെന്നും പെൺകുട്ടി മൊഴി നൽകിയതായാണ് സൂചന. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രണയദിനത്തിൽ IAS പ്രണയം സഫലമായി. കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് കർണാടക ദാവൻഗരെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് സിഇഒയും വിവാഹിതരായത്. മലയാളിയായ അശ്വതി സെലുരാജിന് വിശാഖപട്ടണം സ്വദേശി ബഗാഡി ഗൗതം മിന്നുകെട്ടി. ഒരു IAS പ്രണയവിവാഹത്തിനാണ് പ്രണയദിനത്തിൽ കോഴിക്കോട് ടാഗോർ ഹാൾ സാക്ഷ്യം വഹിച്ചത്. കർണാടക ദാവൻഗരെ ജില്ലാ പഞ്ചായത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കോഴിക്കോട് സ്വദേശിനിയുമായ അശ്വതി സെലുരാജിന് ദാവൻഗരെ കലക്ടർ ബഗാഡി ഗൗതം താലി ചാർത്തി. ആന്ധ്ര വിശാഖപട്ടണം സ്വദേശിയായ ബഗാഡി ഗൗതം സിവിൽ സർവീസ് അക്കാദമിയിൽ അശ്വതിയുടെ സീനിയറായിരുന്നു. ഗൗതം 2009 ബാച്ചുകാരനും അശ്വതി 2013 ബാച്ചിലെ IASകാരിയും. 4.5 വർഷം നീണ്ട സൗഹൃദമാണ് വിവാഹത്തിലെത്തിയത്. ഞങ്ങൾ 4-5 വർഷമായിട്ട് പരിചയമുണ്ട്. അപ്പം വിവാഹത്തിലേക്ക് അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കാമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. Muhurtam was good on this day. 13th and 14th Muhurtam was good. So it was chosen accordingly. ഇരുവരുടെയും IAS സുഹൃത്തുക്കളും വിവാഹത്തിനെത്തിയിരുന്നു. ദാവൻഗരെ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയ ഉദ്യോഗസ്ഥയായാണ് അശ്വതി അറിയപ്പെടുന്നത്. കുടിവെള്ളമില്ലാത്ത ജില്ലയിലെ ഓരോ വീട്ടിലും ദിവസം 22 ലിറ്റർ കുടിവെള്ളം എത്തിച്ച ഉദ്യോഗസ്ഥ. ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം എന്നീ 29 വകുപ്പുകളുടെ ചുമതലയുള്ള ഓഫീസർ. കോഴിക്കോട് ചേവായൂരിലെ TB സെല്ലുരാജ്, പുഷ്പ ദമ്പതികളുടെ മകളാണ് അശ്വതി സെല്ലുരാജ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 3 പേർ കൂടി പിടിയിൽ. ശ്രീനാഥ്, ശ്രീറാം, അഭിലാഷ് എന്നിവരാണ് തമ്പാനൂരിൽ നിന്നും പിടിയിലായത്. കേരളത്തിന്റെ വികസനത്തിനും പുനർനിർമ്മാണത്തിനും അകമഴിഞ്ഞ് സംഭാവനകൾ നൽകാൻ
UAE തയ്യാറാണെന്ന് UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പിണറായി വിജയനെയും പ്രതിനിധി സംഘത്തെയും ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ തന്റെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം താൽപര്യപൂർവ്വം മുഖ്യമന്ത്രിയോട് ചോദിച്ചറിഞ്ഞു. കേരളവും UAEയും തമ്മിൽ നൂറ്റാണ്ടുകളായുള്ള ബന്ധം ഷെയ്ഖ് മൻസൂർ പ്രത്യേകം എടുത്തു പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൽ നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി അദ്ദേഹത്തെ ധരിപ്പിച്ചു. വളരെ താൽപര്യപൂർവ്വം ഇക്കാര്യങ്ങൾ കേട്ട് ഷെയ്ഖ് മൻസൂർ കേരളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അതോടൊപ്പം കൃഷി, ആരോഗ്യം, ഊർജ്ജം, ടൂറിസം എന്നീ 4 പ്രധാന മേഖലകളിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് ഷെയ്ഖ് മൻസൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദുബായ്. കൊച്ചിയിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചു. അബുദാബിയിലെ അഡ്നോക് ആസ്ഥാനത്ത് വെച്ച് UAE സഹമന്ത്രിയും അഡ്നോക് ഗ്രൂപ്പ് സിഇഒയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിലാണ് നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ചത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കൊച്ചിയിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചു. പെട്രോളിയം മേഖലയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഇന്ത്യ തങ്ങളുടെ പ്രഥമ പരിഗണനയിലാണെന്നും ഏറെ സാധ്യതകളാണ് ഈ രംഗത്ത് ഇന്ത്യയിലുള്ളതെന്നും UAE സഹമന്ത്രിയും അഡ്നോ ഗ്രൂപ്പ് സിഇഒയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനായി ജോയിന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും ധാരണയായി. നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് ഈ സമിതി പഠനം നടത്തും. ഇതിനുശേഷം ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കും. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ നിക്ഷേപം നടത്താൻ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. പെട്രോളിയം മേഖലയിലെ വികസനത്തിനാവശ്യമായ സ്ഥലസൌകര്യം കൊച്ചിയിൽ ഇതിനകം ലഭ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ഗൾഫിൽ പ്രവാസി മലയാളികൾക്ക് നൽകുന്ന സഹായങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാന് നന്ദി അറിയിക്കുകയും മൻസൂറിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി ടോം ജോസഫ്, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ, ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, അഡ്നോക് ആക്ടിംഗ് CEO മുഹമ്മദ് അൽ അറിയാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി ഫുജേറ ഭരണാധികാരിയുമായി ഇന്ന് ചർച്ച നടത്തും. ഇന്നലെയും ഇന്നുമായി വിവിധ ഭരണാധികാരികളുമായും ഉന്നത സർക്കാർ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജമാൽ ചേരുകയാണ്. ജമാൽ, മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനം തുടരുകയാണ്. ഇന്ന് എപ്പോഴാണ് ഫുജേറ ഭരണാധികാരിയുമായി അദ്ദേഹം ചർച്ച നടത്തുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഫുജേറ പാലസിൽ ആണ് ഉള്ളത്. ഫുജേറ ഭരണാധികാരിയും UAE സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കിയുമായി അദ്ദേഹം അല്പസമയത്തിനകം ചർച്ച നടത്തും. വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇത്. UAEയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ എമിറേറ്റുകളിൽ ഒന്നാണ് ഫുജേറ. ഒരുപാട് മലയാളികൾ, 10,000-കണക്കിന് മലയാളികൾ ജോലിയെടുക്കുകയും താമസിക്കുകയും ചെയ്യുന്ന പ്രദേശമാണ് ഇത്. ഏതായാലും കേരളത്തിന്റെ വികസനം സംബന്ധിച്ച കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഈ യോഗത്തിൽ, ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്നലെ അദ്ദേഹം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, UAEയിലെ ഭരണാധികാരികളുമായും ഒപ്പം തന്നെ ഉന്നത സർക്കാർ പ്രതിനിധികളുമായും സുപ്രധാനമായ ചില ചർച്ചകൾ നടത്തിയിരുന്നു. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നത് സംബന്ധിച്ച ചില ചർച്ചകൾ നടന്നു. UAEയിലെ പ്രധാന എണ്ണ കമ്പനിയായ അഡ്നോക്കുമായി, അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുമായി ഇങ്ങനെ 2 ചർച്ചകൾ നടന്നു. അതുപോലെ തന്നെ UAE ഉപപ്രധാനമന്ത്രിയായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി. ഏതായാലും ലോക കേരള സഭയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി 2 ദിവസത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ UAEയിൽ എത്തിയതെങ്കിലും UAEയിലെ ഉന്നത ഭരണാധികാരികളുമായും ഒപ്പം തന്നെ സർക്കാർ പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തുന്നത്. പ്രധാനമായും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം തുടരുകയാണ്. വിവിധ ഭരണാധികാരികളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. വിശദാംശങ്ങളാണ് ജമാൽ നൽകിയത്. പെരിയാറിൽ കരിങ്കല്ലിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല. ഒരു ചുരിദാറിന്റെ ബോട്ടം അപ്പാടെയാണ് വായിൽ തിരികെ കയറ്റിയിരുന്നത്. സമീപ നാളുകളിൽ കാണാതായ യുവതികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീളുന്നത്. ശ്വാസം മുട്ടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. മുഖത്തിലോ കഴുത്തിലോ ബലം പ്രയോഗിച്ചാണോ വായിൽ തുണി തിരികെ കയറ്റിയാണോ ശ്വാസം മുട്ടിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പരിശോധന ആവശ്യമാണ്.
യുവതിയുടെ വായിൽ ചുരിദാറിന്റെ ഒരു ബോട്ടം അപ്പാടെയാണ് തിരികെ കയറ്റിയിരുന്നത്. എന്നാൽ മറ്റ് ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല. മൃതദേഹത്തിൽ ഒടിവോ ക്ഷതങ്ങളോ പരിക്കുകളോ ഇല്ല. ലൈംഗിക ബന്ധത്തിന്റെ സൂചനകളുണ്ടെങ്കിലും അടുത്തകം നടന്നതിന്റെയോ അതിക്രമം ഉണ്ടായതിന്റെയോ ലക്ഷണങ്ങളില്ല. നഖം വെട്ടിയിരിക്കുന്നത് മുതൽ മുടി കളർ ചെയ്തിരിക്കുന്നതുവരെ നോക്കിയാൽ സൗന്ദര്യം നന്നായി ശ്രദ്ധിച്ചിരുന്ന യുവതിയാണെന്ന് വ്യക്തം. എന്നാൽ മൃതദേഹത്തിൽ ആഭരണങ്ങൾ ഒരു തരി പോലും ഇല്ലാത്തത് സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. കാത് തുളച്ചതായി കാണാമെങ്കിലും കമ്മലോ ചെറിയ കല്ലുകളോ പോലുമില്ല. ചൊവ്വാഴ്ച രാത്രിയോടെ പെരിയാറിൽ കണ്ടെത്തിയ 2 ദിവസത്തോളം പഴക്കമുള്ള ശരീരമാണ് പോലീസ് സർജൻ AK ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോസ്റ്റ്മോർട്ടം ചെയ്തത്. 25-നും 40-നും ഇടയിലാണ് യുവതിയുടെ പ്രായമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തിടെ കാണാതായ സമാന ലക്ഷണങ്ങളുള്ള യുവതികളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നീളുന്നത്. പരാതികൾ വന്നിട്ടുള്ള കേസുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും പരിശോധിച്ച് യുവതി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തീപാർന്ന പോരാട്ടത്തിനാകും ഇക്കുറിയും ചാലക്കുടി ലോക്സഭാ മണ്ഡലം വേദിയാവുക. കഴിഞ്ഞ തവണ കടുത്ത മത്സരത്തിനൊടുവിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയെ തോൽപ്പിച്ച് ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റ് പാർലമെന്റിലെത്തിയത്. ആ വിജയം ആവർത്തിക്കാൻ LDF കച്ചമുറുക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രം മെനയുകയാണ് UDF. പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലമാണ് 2008-ലെ പുനഃക്രമീകരണത്തിന് ശേഷം ചാലക്കുടി മണ്ഡലമായി മാറിയത്. 2009-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-നായിരുന്നു വിജയമെങ്കിലും 2014-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. 13,884 വോട്ടുകൾക്കായിരുന്നു UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയെ ഇന്നസെന്റ് തോൽപ്പിച്ചത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്നസെന്റിനായിരുന്നു ഭൂരിപക്ഷം. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നിവിടങ്ങളിൽ ഇന്നസെന്റിന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ചാലക്കുടി, ആലുവ, അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു PC ചാക്കോയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾക്കായിരുന്നു വിജയം. മാത്രമല്ല, എറണാകുളം ജില്ലയിലെ അവശേഷിക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന്റെ വോട്ടുകൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു. 2015-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 50 പഞ്ചായത്തുകളിൽ 28-ലും LDF ഭരണത്തിലേറി. 21 പഞ്ചായത്തുകളിൽ UDF-നും ഭരണം ലഭിച്ചു. കൂടാതെ മണ്ഡലം ഉൾക്കൊള്ളുന്ന 5 നഗരസഭകളിൽ 4-ലും LDF ഭൂരിപക്ഷ വിജയം നേടുകയും ചെയ്തു. ഈ മുന്നേറ്റങ്ങൾ തന്നെയാണ് LDF തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമായി വിലയിരുത്തുന്നത്. മഹാരാജാസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ജോസ് മുണ്ടമറ്റം. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ലോക്സഭാ മണ്ഡലമായ ചാലക്കുടിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കും. അതുകൂടാതെ ഇപ്പോഴത്തെ ലോകസഭാംഗമായ ശ്രീ ഇന്നസെന്റ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മഹാപ്രളയത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് അഭിമുഖീകരിച്ചും ജനങ്ങൾക്ക് ആശ്വാസം എത്തിച്ചു കൊടുത്തതും, ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലമെന്ന് വ്യക്തമാകും. UDF-ന്റെ കുത്തക മണ്ഡലമായി വിശേഷിപ്പിക്കപ്പെടുന്ന പഴയ മുകുന്ദപുരം മണ്ഡലത്തിലെ വിജയഗാഥ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. 1957-ൽ മണ്ഡലം രൂപീകൃതമായത് മുതൽ 4 തവണയൊഴികെ ബാക്കിയെല്ലാം UDF-നായിരുന്നു വിജയം. എന്നാൽ പ്രബലൻ എന്ന് കരുതപ്പെട്ടിരുന്ന PC ചാക്കോയുടെ 2014-ലെ പരാജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ തന്നെ LDF വിജയം ആവർത്തിക്കുമോ എന്ന വലിയ ആശങ്ക UDF-നെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതേസമയം തങ്ങളുടെ പരമ്പരാഗത കോട്ട തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലാണ് UDF-ഉം. ചാലക്കുടിയിൽ നിന്നും KM ഉമേഷ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടാണ് ജാഥ നടത്തുന്നത്. വൈകിട്ട് 4-ന് പൂജപ്പുര മൈതാനിയിൽ CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും.
LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചാണ് കേരള സംരക്ഷണ യാത്രയ്ക്ക് സമാരംഭം കുറിക്കപ്പെടുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നായകനായ തെക്കൻ മേഖലാ ജാഥയും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നായകനായ വടക്കൻ മേഖലാ ജാഥയുമാണ് കേരളത്തിലെമ്പാടുമായി പര്യടനം നടത്തുക. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ജനപക്ഷ ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മേഖലാ ജാഥകൾ പര്യടനം നടത്തുന്നത്. മാർച്ച് 2-ന് തൃശൂരിൽ നടക്കുന്ന മഹാറാലിയോടെ ജാഥകൾ സമാപിക്കും. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ വൈകിട്ട് 4-ന് പൂജപ്പുര മൈതാനിയിൽ CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 16-ന് വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം കാസർഗോഡ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം നിർവഹിക്കും. പൂജപ്പുര മൈതാനിയിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ LDF കൺവീനർ A. വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ജനതാദൾ നേതാവ് ഡോക്ടർ A. നീലലോഹിതദാസൻ നാടാർ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, കേരള കോൺഗ്രസ് നേതാവ് സ്കറിയ തോമസ്, ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ചാരുവാർ രവി, INL നേതാവ് കാസിം ഇരിക്കൂർ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് B നേതാവ് R. ബാലകൃഷ്ണപിള്ള എന്നിവർ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.